പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിക്കുട്ടിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് പുതിയ സംഭവവികാസങ്ങൾ ഇപ്പോൾ കൃഷ്ണയുടെ ജീവിതത്തിൽ നടക്കുകയാണ്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മണിക്കുട്ടി. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. കൃഷ്ണയെ കൊല്ലുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഭരത്തും അതുപോലെ തന്നെ സിദ്ധുവും. ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അച്ഛനെ എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് മണിക്കുട്ടി ആലോചിക്കുന്നു. ഭരത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവം നീങ്ങിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് എന്ന് മണിക്കുട്ടിക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇതോടെ മണിക്കുട്ടി ഈ കാര്യങ്ങൾ കൃഷ്ണയെ അറിയിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അച്ഛൻ്റെ ജീവന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മണിക്കുട്ടി ഇതേ തുടർന്ന് എങ്ങനെയാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല, ഇനി എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ കാവ്യയെ കൂടി അറിയിച്ച് കാവ്യയുടെ സഹായം നേടണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവുകയില്ല എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണിക്കുട്ടി ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൃഷ്ണയെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി നൽകുന്നതിന് വേണ്ടി ഒരാൾ തയ്യാറായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി മുന്നോട്ട് പോവുകയാണ് കൃഷ്ണ. ഇതേ തുടർന്നാണ് ആ കാഴ്ചശേഷി നൽകുന്നതിന് സഹായിക്കുന്ന ആൾ മറ്റാരുമല്ല ലക്ഷ്മിയും മകനുമാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് കൃഷ്ണ. ഇതേ തുടർന്ന് ലക്ഷ്മി എന്തുകൊണ്ടാണ് കൃഷ്ണയെ സഹായിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ തയ്യാറാകുന്നു. തൻ്റെ മകൻ ഇപ്പോൾ മാനസികമായും ശാരീരികമായും ആകെ തകർന്നു പോയിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവനെ ഉപേക്ഷിച്ചുകൊണ്ട് രാധിക പോയത് തന്നെയാണ്. അതിനു പിന്നിൽ എന്താണ് കാര്യം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. രാധിക പോകുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. ഇതോടെ കൃഷ്ണ പറയുകയാണ്, രാധികയുടെ മകളാണ് മണിക്കുട്ടി. രാധികയുടെ മാത്രമല്ല, രാധികയുടെയും എൻ്റെയും മകൾ. ഇത് കേൾക്കുന്ന ലക്ഷ്മിയാകെ ഞെട്ടിപ്പോകുന്നു. ഈ കുട്ടിയാണ് തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച് വീട്ടിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കുന്നതിനായി ഞങ്ങളും തയ്യാറാവുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൃഷ്ണയും വളരെയധികം സന്തോഷിക്കുന്നു. ഇതേ സമയം ലക്ഷ്മിയുടെ മകൻ മണിക്കുട്ടിയെ കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഇവൾ എനിക്ക് പിറക്കാതെ പോയ മകളാണ്, പക്ഷേ ഇവളെ ഞാൻ എൻ്റെ മകളെ പോലെ തന്നെയാണ് കാണുന്നത് എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ലക്ഷ്മിയുടെ മകൻ ഇതേ തുടർന്ന് ഇനി മണിക്കുട്ടിക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ഞാനും നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. ഇത് കേൾക്കുന്ന ലക്ഷ്മി, ഞാൻ നിന്റെ അമ്മൂമ്മയുടെ സ്ഥാനത്തും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ മണിക്കുട്ടിക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. മാത്രവുമല്ല, പൈസയുടെ കാര്യത്തിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി. ഇതേസമയം പുതിയ ചതികളുമായി മുന്നിലേക്ക് പോകുന്ന ഭരത് ഇതേ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി ആളുകളെ നിയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ മണിക്കുട്ടി കൃത്യസമയത്ത് ബുദ്ധിപൂർവം കളിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്. ഈ
സത്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് കാവ്യ. ഇതോടെ ഭരത്തിന്റെ ചതി പൊളിയുകയും ചെയ്യുന്നു. ഭരത്തും അതുപോലെ തന്നെ ഭരത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സിദ്ധുവും തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാവ്യ. ഇത് ചെയ്യുന്നതിന് മറ്റൊരു കാര്യം കൂടി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓഫീസിലെ കാര്യങ്ങൾ അവർ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാര്യം പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചതി എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന കാവ്യ ഇതേ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഭരത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക്. ഇതിനിടയിലാണ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് വരുന്നത്. രാധികയുടെ ഭർത്താവ് കാവ്യയെ കാണുന്നതിനായി വരികയാണ്. കൂടെ ലക്ഷ്മിയുമുണ്ട്. വേണമെങ്കിൽ ഞാൻ മണിക്കുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ള കാര്യം അറിയിക്കുന്ന അവർ ഇനി യാതൊരു ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ. ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നു പോകുന്നു കാവ്യ. ഇതേ തുടർന്നാണ് രാധികയുടെ വിവരങ്ങളെല്ലാം കാവ്യ മനസ്സിലാക്കുന്നത്. ഇത് കാവ്യയുടെ പ്രതീക്ഷകൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കാവ്യ പകച്ച് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ജയമോഹിനി അവിടേക്ക് കടന്നു വരുന്നത്. ഭരത്തിന്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ജയമോഹിനിയാകെ ഞെട്ടിപ്പോവുകയും ഭരത്തിനെ തല്ലുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.